നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. മറിയം ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. മറിയം ചോദ്യം ചോദിച്ചത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന വചനത്തിന് മുൻപാണ്. അതിനുശേഷമെല്ലാം ഇതാ ഞാൻ പിന്നെ അനുസരണത്തിൻ്റെതായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ചോദ്യം ചെയ്യലുകളും അസമാധാനത്തിന് കാരണമാവുന്നുവെങ്കിൽ ഓർക്കുക, പരിശുദ്ധാത്മാവിൻ്റെ കുറവില്ലേ എന്ന്. ഈ ആത്മാവിൻ്റെ കുറവുള്ളിടത്ത് ക്രിസ്മസ് ഉണ്ടാകുമോ? യഥാർത്ഥത്തിൽ എന്നാണ് ക്രിസ്മസ്? അത് ഡിസംബർ 25 നടക്കേണ്ട ഒരു ആഘോഷം മാത്രമാണോ? അല്ല. ഒരു വ്യക്തി തൻ്റെ ഇഷ്ടത്തെ, കംഫോർട്ട് സോണിനെ മാറ്റിവെച്ച് അവരൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി അവൻ്റെ അപ്പോഴത്തെ ദുഃഖത്തിന് ഉത്തരമായി നാം മാറുമ്പോൾ നാം മൂലം ആ വ്യക്തിക്ക് സന്തോഷമുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. അവന് അപ്പോൾ ക്രിസ്മസ് ആണ്. നമ്മുടെ ത്യാഗം മൂലം, സഹനം മൂലം മറ്റൊരാൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ പേരാണ് ക്രിസ്മസ്. ഇങ്ങനെയെങ്കിൽ ഒരു ദിവസത്തിൽ നമുക്ക് എത്ര പേർക്ക് ക്രിസ്മസ് കൈമാറാൻ പറ്റും? അത് ഡിസംബർ 25 മാത്രം വരുന്നതല്ലല്ലോ. നമ്മുടെ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ഒരു ദിവസം എത്ര പേർക്ക് സന്തോഷമായി ക്രിസ്മസായി മാറാൻ നമുക്ക് പറ്റും? നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന കർത്താവിൻ്റെ വചനം ഓർക്കാം.